ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ പച്ചക്കറികളിൽ ഒന്നാണ് വെണ്ട. വെണ്ട നമുക്ക് മഴക്കാലത്ത് വലിയ കീടബാധകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് വിളവ് തരുന്ന പച്ചക്കറിയാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ നാടൻ വെണ്ടയാണ് കേട്ടോ. നമ്മുടെ ബ്ലോക്ക് വെണ്ട, മരവെണ്ട എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. ഇത് നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാം, യാതൊരു കീടബാധകളും ഇല്ലാതെ നമുക്ക് എന്നും വിളവ് തരുന്ന ഒരു ടൈപ്പ് വെണ്ടയാണ് ഈ നാടൻ വെണ്ട. അപ്പോൾ വലിയ വെയിലില്ലാന്ന് വെച്ചിട്ടും ചെറിയ തണലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ വെണ്ടയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഇച്ചിരി ഹൈറ്റ് വെച്ച് പോകുന്നുള്ളൂ നമുക്ക്, പക്ഷേ വെണ്ടയ്ക്ക് എന്നും പറിക്കാനായിട്ട് കിട്ടും. പിന്നെ നമുക്കിടെ മറ്റേ നീളൻ ടൈപ്പ് വെണ്ടയുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഞാൻ കുറേ നാൾ മുമ്പ് ക്യാനിൽ നട്ടു കൊടുത്ത വെണ്ടയാണ്. ഇത് നല്ല നീളമുള്ള ടൈപ്പ് പച്ച വെണ്ടയാണ്. ഇതിപ്പോൾ ഇത്രയും ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് ചെല്ലുന്തോറും ഇനിയിപ്പോൾ ഇത്രയും ഹൈറ്റ് ആയില്ലേ, ഇനിയിപ്പോൾ അതിന് വിളവ് കുറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പകുതി ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. കണ്ടോ, ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിക്കളയാം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സൈഡുകളിൽ നിന്നൊക്കെ ഇതുപോലെ പൊടിപ്പുകൾ വന്നിട്ട് ഇത് കണ്ടോ, ഇതിൽ വീണ്ടും വെണ്ടയ്ക്ക ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഈ കേട് വന്ന ഇലകളും ഒക്കെ, ഇതിപ്പോൾ നമ്മൾ പഴയ വെണ്ടയാണല്ലോ, അപ്പോൾ അതിന് നമ്മളൊന്ന് ഒരുക്കി നിർത്തണം. അപ്പോൾ കേട് വന്ന ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ കുത്തി കൊടുത്തായിരുന്നു, കപ്പയുടെ കമ്പ് കുത്തി കൊടുത്തിരുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് പിടിച്ച് കെട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പുല്ലൊക്കെ പറിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും നമ്മളിതിന് വളമിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല രീതിയിൽ നമുക്ക് വീണ്ടും ഇതിന് നല്ല വിളവ് തരും കേട്ടോ. അപ്പോൾ നമ്മൾ വലുതായ വെണ്ടകൾ, ഇത്രയും ഹൈറ്റായ വെണ്ടകൾ ഇനി വിളവ് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് പറിച്ച് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു കമ്പോ എന്തെങ്കിലും കൊടുത്തിട്ട് വെട്ടി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് നല്ല വിളവ് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ രണ്ട് വെണ്ടയ്ക്ക ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരെണ്ണം കണ്ടോ, ഇത്രയും നീളമുള്ള വെണ്ടയ്ക്ക. അപ്പോൾ ഞാനത് വിത്തിന് വേണ്ടി ഇട്ടേക്കുന്നത് കൊണ്ട് ഞാൻ ഇത് വെട്ടുന്നില്ല കേട്ടോ. ഇതിന് താഴേന്ന് പൊടിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് മൂത്ത് കിട്ടിയിട്ട് വേണം നമുക്ക് വിത്താക്കി എടുത്തിട്ട് വേണം അതൊന്ന് വെട്ടി മാറ്റാനായിട്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തും വേറൊരു വെണ്ടയുണ്ട്. ഇത് കണ്ടോ, ഇതും ഇത്രയും ഹൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളിവിടെ വെച്ച് വെട്ടി മാറ്റുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ താഴേന്ന് വരുന്ന പൊടിപ്പുകൾ കണ്ടോ, ഇവിടെ നിന്നൊക്കെ വരുന്ന പൊടിപ്പുകൾ കണ്ടോ, ആ പൊടിപ്പുകൾ നല്ല ഭംഗിയായിട്ട് വലുതായി വന്നോളൂ. അപ്പോൾ ഈ വലിയ വെണ്ട ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇനി അതിന്മേന്ന് നമുക്ക് വലിയ കായ്ഫലം കിട്ടില്ല. അപ്പോൾ നമുക്കത് അങ്ങോട്ട് വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ഈ താഴേന്ന് വരുന്ന ശിഖരങ്ങൾ നന്നായിട്ട് പൊങ്ങി വന്നോളും. ഇത് കണ്ടോ, അപ്പോൾ ഈ താഴേന്നൊക്കെ വരുന്ന പൊടിപ്പുകൾ നന്നായിട്ട് വന്നോളും. വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് വളമിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് വന്നോളും. അപ്പോൾ പഴയ വെണ്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ നട്ട വെണ്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വിളവ് കുറഞ്ഞ് ഇപ്പോൾ ഇതുപോലെ പൊങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരുക്കി നിർത്തുക. അതേപോലെ കീടബാധകൾ വന്ന ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ഒടിച്ച് കളഞ്ഞിട്ട് ദൂരേക്ക് മാറ്റി കളയട്ടെ. അതൊന്നും നമ്മുടെ ഇതിൻ്റെ ഈ ചുവട്ടിലിട്ട് കൊടുക്കരുത്, അതൊന്ന് ദൂരേക്ക് മാറ്റി കളയാം. വളമിട്ട് കൊടുക്കുമ്പോൾ ഈ പൊടിപ്പുകളൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നോളും. ഒത്തിരി ശിഖരങ്ങളായിട്ട് ഈ വെണ്ട വളർന്നു വന്നോളും. അപ്പം നമുക്ക് ഈ സമയത്തും വെണ്ട നമുക്ക് വിത്തുകൾ പാകി മുളപ്പിക്കുകയോ അല്ലെങ്കിൽ തൈകൾ വാങ്ങി നട്ട് കൃഷി ചെയ്യുകയോ ചെയ്യാം കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്ന, മഴ സമയത്ത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന പച്ചക്കറിയാണ് വെണ്ട. അപ്പോൾ എല്ലാവരും ഒരു 4-5 വെണ്ടയൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്